പ്രേക്ഷകപ്രിയ താരനിര ഒന്നിച്ച വാർദ്ധക്യപുരാണം എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. നമസ്കാരം. ആരാ? ഞാൻ കറ്റാനം കുട്ടിക്കൃഷ്ണൻ. അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ പറഞ്ഞിട്ട് വന്നതാ. ചെറിയാച്ചോ, അട്ടക്കുളങ്ങര പറഞ്ഞയച്ച ആള് വന്നിരിക്കണു. അയക്കപ്പെടുന്ന ആള് മിടുക്കനായിരിക്കും എന്നാണല്ലോ അട്ടക്കുളങ്ങര പറഞ്ഞത്. ഫിസിക്കൽ അപ്പിയറൻസിലല്ല, പ്രവൃത്തിയിലാണ് മിടുക്ക്. സാറിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നിട്ടും കാശിന് കൊള്ളത്തില്ലെങ്കിൽ എന്ത് കാര്യം? ട്രൂപ്പുമാനായിട്ട് ഇയാളെ മതിയോ അമർക്കുട്ട? അതാ ഞാനും ആലോചിക്കുന്നത്. നാടകാവതരണത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കുക എന്നതാണല്ലോ മാനേജറുടെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ചുവടെടുക്കലല്ലോ. ട്രൂപ്പ് മാനേജറുടെ പണിക്ക് ഈ ബോഡി ധാരാളം മതി. ഈ ബോഡി വെച്ച് ആ പണിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? തിരുവാതിര തിയേറ്റേഴ്സ് തിരുമൂലപുരത്തിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കുകളിൽ ഒരമ്മ നടി ഉൾപ്പെടെ 3 നടികൾ വേണമെന്നാണ് അട്ടക്കുളങ്ങര അംബുജാക്ഷൻ സാർ എന്നോട് പറഞ്ഞത്. KPSC, കാളിദാസ കലാകേന്ദ്രം, കൊച്ചിൻ സംഘമിത്ര, സൂര്യസോമ, വൈക്കം മാളവിക, ചാലക്കുടി സാരഥി, ഇതിൽ ഏതൊക്കെ സമയം നിന്ന് ഏതൊക്കെ നിന്നുള്ള പൊക്കണം സാറന്മാര് പറഞ്ഞാട്ടെ. ഈ പൊക്കലല്ലാതെ താൻ മര്യാദയ്ക്ക് വിളിച്ച നടികൾ വരില്ലേ? ഈ പൊക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു നാടക ഭാഷയാണ്, അല്ലാതെ മറ്റേ പൊക്കലല്ല. അപ്പോ തന്നെ കൊണ്ട് ആ പൊക്കലിന് പറ്റത്തില്ലേ? ആ പണിയും കൂടി വെച്ചേർത്ത ചില മാനേജർമാരുണ്ട്, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. ഇത്തിരി മെലിഞ്ഞിരിക്കുന്നു എന്ന് കരുതി ഞാനും ഒരു തറവാട്ടി പറഞ്ഞവനാ. അപ്പൊ സാറന്മാര് ട്രൂപ്പ് തുടങ്ങിയത് ഇതിനാണല്ലേ? അയ്യോ കുട്ടികൃഷ്ണ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ? അല്ലേ? പിന്നെ തമാശയാണെങ്കിലും അല്ലെങ്കിലും മറ്റേ പണി ഒഴിച്ച് എന്നെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ഞാൻ ആത്മാർത്ഥയോടെ ചെയ്യാം. പിന്നെ സമയത്ത് പ്രധാന നടന്മാരാരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കുകയും ചെയ്യാം. ഓഹോ, ഈ ദേഹത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടല്ലേ? പിന്നെ എന്റെ ശക്തൻ തമ്പുരാൻ പ്രസിദ്ധമല്ലേ? ആലയും ഇനി ഒന്നും പറയണ്ട, തന്നെ ഞങ്ങൾ ട്രൂപ്പ് മാനേജറായി നിയമിച്ചിരിക്കുന്നു. ആര് പറഞ്ഞു ഇങ്ങോട്ട് എന്നുള്ളാൻ? ഇന്നലെ പോകുമ്പോ കാട്ടിക്കൂട്ടിയതൊക്കെ അത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ പറഞ്ഞു തന്നെ, പറ്റില്ല പറഞ്ഞാ പറ്റില്ല. എന്താ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? കുന്തം വിഴുകിയ മാതിരി നിൽക്കാതെ ഇറങ്ങി പോവൂ. തമ്പി, താനല്ലേ പറഞ്ഞ ആള് ഡീസന്റ് ആണെന്ന്. ഇതാണോ ഡീസൻസി? പാട്ട് കേട്ടത് പോരെ, പോവാം. അല്ല, ഇതാര് തമ്പി സാറോ? വന്നിട്ട് ഒത്തിരി നേരായോ? ഞങ്ങൾ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയി. സാറ് വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. ഇരിക്കൂ ഇരിക്കൂ. 1-ാം രംഗത്തിന്റെ ക്ലൈമാക്സ് എഴുതുമായിരുന്നു. ഇളമക്കരയില്ലത്തെ അച്ഛൻ നമ്പൂരിയും ആനക്കാരൻ അച്ഛനാരുമായി ഇടയുന്നിടത്താണ് ആദ്യ രംഗത്തിന്റെ കത്തം വീഴുന്നത്. ആനക്കാരോട് അച്ഛൻ നമ്പൂരി ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്താ കാര്യം? എന്താ കാര്യം? സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ മോൾക്ക് ആനക്കാരന്റെ മോൻ നന്ദഗോപാലിനോട് പ്രേമം. അപ്പോ സബ്ജക്ട് അല്പം പഴയതാണല്ലേ? ഇല്ലവും നമ്പൂരും ആനക്കാരനെ കൊണ്ടെന്ന് വെച്ച് പ്രമേയം പുതിയതാ. ഉത്സവപ്പറമ്പിലും ഫൈനാൻസിലും ഒരുപോലെ ഏൽക്കുന്ന സബ്ജക്ട്. സുബ്രഹ്മണ്യൻ നമ്പൂരിയുടെ റോളിലേക്ക് തമ്പി സാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കലക്കണം. ആനക്കാരൻ അച്യുതൻ നായരുടെ റോള് അല്പം റിസ്കാ. അതിന് വേറെ ആരും നോക്കണ്ട, ഞാൻ തന്നെ ചെയ്യാം. അത് കൊള്ളാം. മാഷാവുമ്പം വേഷം മാറണ്ട, ഒരു തോട്ടി കൈ തന്നാ മതിയല്ലോ. ട്രൂപ്പിന്റെ പാർട്ട്നേഴ്സാ. ഓ, തമ്പി സാറ് പറഞ്ഞിരുന്നല്ലോ, റിട്ടയർഡ് കാലാവസ്ഥാ നിരീക്ഷണവും മൃഗസംരക്ഷണവും. ചുമ്മാതല്ല, നാടകജ്ഞാനം വളരെ കമ്മിയാ. പേര് വല്ലതുമായോ? അത് പറയാൻ മറന്നു. ഊരാക്കുടുക്കുകൾ, അതാണ് പേര്. എങ്ങനെയുണ്ട്? ആദ്യത്തെ നാടകമായതുകൊണ്ട് അങ്ങനെ ഒരു പേര് വേണോ? അതെന്താ? അല്ല, അറം പറ്റുക എന്നൊക്കെ പറയാറില്ലേ? ഓ, എന്റെ തമ്പി സാറേ, നിങ്ങളൊക്കെ ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിലാണോ ജീവിക്കുന്നത്? ഞാനിതൊരു 38 നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. എന്റെ എല്ലാ നാടകങ്ങളുടെ പേരും നെഗറ്റീവാ. ഭൂകമ്പം, ദുരന്തം, വിഷമവൃത്തം, അപസ്മാരം, അസ്ഥികൂടം, അമേദ്യം. ആ നാടകം സാറ് കണ്ടല്ലേ? അതും 375 സ്റ്റേജ് ഓടിയതാ. നമ്മുടെ ഈ സബ്ജക്റ്റിന് ഊരാക്കുടുക്കുകൾ എന്നല്ലാതെ വേറൊരു പേരിടാനില്ല. അത്രയ്ക്ക് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് നാടകത്തില്. അത് നാടകത്തിൽ മാത്രം ഒതുങ്ങുന്നാ മതിയായിരുന്നു.
ട്രൂപ്പിൽ നിങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ നാടകത്തിൽ മാത്രം ഒതുക്കുന്ന കാര്യം എനിക്ക് സംശയ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലുള്ള ഞരമ്പ് രോഗികൾ പണം മുടക്കാൻ ഉള്ളതുകൊണ്ടാണ് നാടകവും സിനിമയൊക്കെ നിലനിൽക്കുന്നത് തന്നെ. പിന്നെ തിരുവാതിര തിയേറ്റേഴ്സിന്റെ ആദ്യ നാടകമായതുകൊണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ പേര് കേട്ടവരായിരിക്കണം. അവരൊക്കെ വലിയ വലിയ ട്രൂപ്പുകളായിരിക്കും. പക്ഷേ എന്റെ നാടകം എന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യം കാണും. എന്നാലും അവർക്ക് അഡ്വാൻസ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് സാരമില്ല. നല്ല നടികൾക്കൊന്നും നാടക ട്രൂപ്പിൽ ക്ഷാമാണെന്നറിയാലോ. ആണോ? ആണിന്റെ കാര്യമല്ല, പെണ്ണിന്റെ കാര്യം. 2-3 പേരെ അഡ്രസ് ചെയ്യാൻ തരാം. ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കാം. ആ കടയിൽ ചോദിക്കാം. ആലിമ്മൂട്ടിൽ കമലത്തിന്റെ വീട് എവിടാ? ഇവിടുന്ന് കുറെ തെക്കോട്ട് പോകുമ്പോ റോഡ് സൈഡില് ഒരു ഓടിട്ട വീട് കാണാം. അതാ. താങ്ക് യു. വയസ്സാം കാലത്ത് കമലത്തെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നു. 50ലും ആശയി വരും. വഴി പറഞ്ഞെന്ന പയളന്തിനെ അവരാക്കിയ ചിരിയിരിച്ചേ. നാട് ചീത്തയായി പോയി. വന്ന് വന്ന് വഴി പോലും ചോദിക്കാൻ വയ്യെന്നായി. വാ പോവാം. കേറ്. നടിയെ അന്വേഷിച്ച് നിങ്ങൾ തന്നെ പോണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നാടക മുതലാളിമാര് നടിയെ തപ്പി നടന്ന അതിന്റെ കുറച്ചില് ട്രൂപ്പിനല്ലേ. ഒരു മാനേജർ ഇല്ലാതെ ട്രൂപ്പ് നടത്താന്ന് കരുതിയോ നിങ്ങൾ? ഞങ്ങൾ ഓഫീസേഴ്സ് 3 പേരുള്ളപ്പോ അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഫയലിന്റെ ചോട്ടിൽ 2 വാചകത്തിൽ ഒബ്ജക്ഷൻ നോട്ട് എഴുതുന്ന പോലെയല്ല നാടക സംഘാടനം. ഇങ്ങോട്ടൊന്ന്. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയ കിടക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ അട്ടക്കുളങ്ങര ഗസറ്റഡ് റാങ്കിൽ നിന്ന് കീഴ് ജീവനക്കാരെ കിടുകിടാ വിറപ്പിച്ച നമ്മളെ അയാൾക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അത് ശരിയാ. ഒരു ഭീകര നാടകക്കാരന്റെ മുമ്പിൽ നമ്മൾ തലകുണിക്കേണ്ട കാര്യം എന്താ? നിങ്ങളൊന്നടങ്ങ്. നമ്മൾ ഭരിച്ച വകുപ്പുകൾ പോലെ അല്ലിത്. ഈ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നമുക്ക് അല്പം തല താഴ്ത്തേണ്ടി വരും. താഴ്ത്താ അല്ലേ? എന്താ ഒരു ഗൂഢാലോചന? ട്രൂപ്പിന്റെ മാനേജരായിട്ട് നല്ലൊരു കക്ഷിയെ വെക്കാമെന്ന് പറയുമായിരുന്നു. പറ്റിയ ഒരാളെ ഞാൻ തരാം. കഴിഞ്ഞ 15 വർഷമായിട്ട് മാനേജർ പണി നോക്കുന്ന ആളാ. ബഹുവും എടുക്കണ കറ്റാനം കുട്ടികൃഷ്ണൻ. ആള് കാലത്തങ്ങളെത്തും. അരുവി ഒഴുകും പോലെ ശ്രുതിമധുരമായ ആ ഗാനത്തിന്റെ ഒടുവിൽ നന്ദഗോപാലനും സുഗന്ധിയും ആലിംഗനബദ്ധരായി നിന്നു. ഒരു ശക്തിക്കും തങ്ങളെ വേർപെടുത്താനാവില്ല എന്ന ഭാവത്തിൽ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂരി വെളിയിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നു വന്നത് അവരറിഞ്ഞില്ല. കോപാക്രാന്തനായ അച്ഛൻ നമ്പൂരി തന്റെ മകൾ ആനക്കാരന്റെ മകനുമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കണ്ട് പൊട്ടിത്തെറിച്ചു. നമ്പൂതിരി, നന്ദഗോപാല! ആ അലർച്ചയിൽ അവർ വ്യക്തിയാകന്നു മാറി. അച്ഛൻ നമ്പൂതിരിയുടെ ജ്വലിക്കുന്ന നോട്ടത്തിന് മുന്നിൽ ആ കവിതാക്കൾ തരിച്ചു നിന്നു. എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന മാതിരി രംഗത്താകെ ചുവന്ന വെളിച്ചം പ്രസരിച്ചു. അടുത്ത നിമിഷം ഒരു ആഘാതം പോലെ കർട്ടൻ പൊട്ടി വീണു. ഇവിടെ അനൗൺസ്മെന്റ്. അടുത്തൊരു രംഗത്തോടുകൂടി ഊരാക്കുടുക്കുകൾ പൂർണ്ണമാവും. അതിനു മുമ്പ് ഒരു 10 നിമിഷം ഇടവേള. എങ്ങനെയുണ്ട്? നല്ല ടെൻഷനുണ്ട്. പെണ്ണുങ്ങളെ പിടിക്കും, എന്നാൽ അടിയും കൊള്ളും. ഓമനക്കുട്ടൻപിള്ള സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. പക്ഷെ അവസാനം എഴുതിയില്ലേ ഒരാഘാതം മാതിരി കർട്ടൻ പൊട്ടി വീണെന്ന്. ആ സമയത്ത് ശരിക്കും കർട്ടൻ പൊട്ടി വീഴുവോ? അതൊരു എഫക്റ്റിന് വേണ്ടി എഴുതിയല്ലേ. കർട്ടൻ അഴിച്ചു തന്നെയാണ് ഇടുന്നത്. ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ കർട്ടൻ സമയത്ത് വീഴില്ല എന്നുണ്ടെങ്കിൽ ആ പണി കൂടി സാറ് തന്നെ ഏറ്റോ. ആ പണി എന്റെ മറ്റവനെ ഏൽപ്പിച്ചാ മതി. സാറേന്ന് വിളിച്ച് വായോണ്ട് സാമ്പാറിനെ വിളിപ്പിക്കരുത്. തെറ്റാ, ഞാൻ മഹാ ചെറ്റയാ. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. ഓമനക്കുട്ടാ, തമ്പി എന്ന് പറഞ്ഞേ എനിക്ക് ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. 4 അക്ഷരം ഒരു സംവിധാനം ചെയ്യുന്നത് എന്റെ അതിലേക്ക് കണ്ട. ഓമനക്കുട്ടാ, മിസ്റ്റർ അട്ടൊരു തമാശ പറഞ്ഞത്. അതിനെന്താ ഇത്ര ചൂടാവാനുള്ളത്? തമാശ നാടകത്തിൽ മതി. പ്രകൃതിയുടെ ചലനങ്ങൾ പോലും മുൻകൂട്ടി അറിയാവുന്നവനാണ് ഞാൻ. ഞാനാണോ തന്റെ കാര്യത്തിന് കട്ടം വലിക്കണ്ടേ? അയ്യേ, ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ അധിക നേരം എനിക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല. എനിക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. അറിയോ? എന്താ? തരമല പേര്. അതെ, ആര് പറഞ്ഞു? ഈ പേരെന്ന് പറയുന്ന സാധനം എങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നല്ലോ. പറ്റോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ.
എവിടെ വെച്ച്? കഴിഞ്ഞ വർഷം ഞങ്ങള് നാടകം കളിച്ച സ്റ്റേജില് നിങ്ങളുടെ മിമിക്രി ഉണ്ടായിരുന്നില്ലേ? ഉവ്വ. അപ്പൊ കണ്ടു. അത് ശരി. പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നോ? മോഹൻലാലിന് മാത്രം അനുകരിക്കത്തുള്ളൂ. അല്ല, എന്നെ മമ്മൂട്ടി അനുകരിച്ചു. മമ്മൂട്ടിയോ? ഓക്കെ. മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ അല്ല. മന്നാടിയ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. ഇനി ജയറാമിനെ. ചേട്ടാ, അച്ഛൻ വിളിക്കുന്നു. പിന്നെ വരാം. നീ വരുന്നില്ലേ? ഞാൻ വന്നോളാം. വന്നാ മതി. നാടകത്തിൽ ആരായിട്ട് അഭിനയിക്കുന്നത്? ഒരു ഇല്ലത്തെ കുട്ടിയായിട്ടാ. ജോഡി ഉണ്ടോ? ഇല്ല. ഒരു തരത്തില് ജോഡി ഇല്ലാത്തതാണ്. സന്തോഷേ, എന്തിനാ മോൻ വന്നത്? വാരികയില് വാരഫലം നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട് ഈ ആഴ്ച? വലിയ കുഴപ്പമില്ല ആന്റി. എങ്കി ജാതകദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ല് ചെല്ല്. ഞാൻ പോട്ടെ. വാ, വാരിക ഏത് പൊടിയത്?